നമസ്കാരം മക്കളെ, സുബർ സാറാണ്. നമ്മുടെ +2 ജെ എക്സാമിനെ കുറിച്ച് കുട്ടികൾക്ക് ഒത്തിരി സംശയങ്ങളും ഒരു പേടിയൊക്കെ ഉണ്ട്. പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസുകൾ വന്ന് ഇനിയും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുമോ എന്നുള്ളത്. അതിന് പ്രത്യേകിച്ച് നമുക്ക് ഈ വർഷം മാറ്റങ്ങൾ വന്നത് എനിക്ക് തോന്നുന്നത് ഒറ്റ എക്സാമിനേ ഉള്ളൂ, കെമിസ്ട്രിക്ക്. +2വിന്റെ മാത്സ് ആണേലും ഫിസിക്സ് ആണേലും അതുപോലെ മറ്റുള്ള സബ്ജക്റ്റുകളൊന്നും ഒരു പ്രോബ്ലം ഉണ്ടായില്ല. കെമിസ്ട്രിക്ക് നന്നായിട്ടുള്ള മാറ്റം ഉണ്ടായി എന്നുള്ളത് തെളിവായിട്ട് നമുക്ക് ഒത്തിരി കുട്ടികളിൽ നിന്ന് കിട്ടിയ മാർക്ക് അത് പറയുന്നുണ്ട്. ഇനിയപ്പോൾ അതേപോലത്തെ ഒരു എക്സാം ആണോ വരുന്നത് എന്നുള്ളതാണ് കുട്ടികളുടെ ഒരു പേടി. ഏറ്റവും കൂടുതൽ തോൽവി സംഭവിച്ചതും നമ്മുടെ കെമിസ്ട്രിക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സബ്ജക്റ്റിനോട് ഒരു പേടിയുണ്ട്. പിന്നെ മാത്സ് ഈസി ആയിരുന്നു എന്നിട്ടും ഒരു കാര്യമില്ലായിരുന്നു, ഒത്തിരി കുട്ടികൾ തോറ്റിട്ടുണ്ട്. അത് മാത്സിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഫിസിക്സ് മാത്രമേ ഉള്ളായിരുന്നു തമ്മിൽ ഭേദം എന്ന് പറയാൻ. ഒത്തിരി കുട്ടികളൊക്കെ തോറ്റെന്ന് വെച്ചാൽ ഉണ്ട്, കമ്പാരിറ്റീവ്ലി മറ്റേതിനകത്തുനിന്ന് ഇത്തിരി കുറവുണ്ട്, അത്രമാത്രം. പിന്നെ ഇംഗ്ലീഷും പ്രശ്നകാരിയാണ്. അപ്പൊ ഞാൻ ഇന്നത്തെ കാര്യം പറയാൻ പോകുന്നത് ഈ വരാൻ പോകുന്ന +2വിന്റെ എക്സാം ഈസി ആണോ അതോ ടഫ് ആകുമോ എന്നുള്ളതാണ്. നോർമലായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സെറ്റുകൾ വരുന്നത് 3 ടീച്ചേഴ്സിന്റെ ക്വസ്റ്റ്യൻ സെറ്റുകളാണ് നമുക്ക് 3ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വരുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് മോഡൽ എക്സാം ഉണ്ടാവും, അതുപോലെ പബ്ലിക് എക്സാം ഉണ്ടാവും, പിന്നെ നമ്മുടെ സേ എക്സാം ഉണ്ടാവും, 3നും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ആർക്കും ഉടനെ അങ്ങ് പറയാൻ പറ്റുന്ന കാര്യമല്ല. എന്നാലും ഈ വർഷത്തെ പ്രത്യേകതയ്ക്കനുസരിച്ചും പിന്നെ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ സേ എക്സാം ഒരു വലിയൊരു ടഫായിട്ടുള്ള ഒരു എക്സാം ആവാൻ സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് ഈ വർഷം കെമിസ്ട്രിയുടെ കാര്യത്തിൽ നമുക്ക് എന്തായാലും അവര് അതിനനുസരിച്ച് ഒരു ശ്രദ്ധ കാണിക്കും എന്നാണ് തോന്നുന്നത്. കാരണം കുട്ടികൾ ഏറ്റവും കൂടുതൽ തോറ്റേക്കുന്നത്, അങ്ങനെ സാധാരണ ഇത്രയും തോൽവി വന്നിട്ടില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഇത്തിരി എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ കിട്ടാനുള്ള സാധ്യത നന്നേ കൂടുതലാണ്. എക്സാമിന് ഈ ന്യൂ പാറ്റേൺ എന്ന് പറഞ്ഞാൽ അത് വളരെ കുറച്ചേ കാണത്തുള്ളൂ. ഒരിക്കലും നിങ്ങൾ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് സാധാരണ പഠിക്കേണ്ട ക്വസ്റ്റ്യൻസുകളും എക്സാമിന് വന്നുകൊണ്ടിരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളെയും മറന്നുകൊണ്ട് ഒരിക്കലും പുതിയ ക്വസ്റ്റ്യനിലോട്ട് പോകരുത്. നിങ്ങൾ എപ്പോഴും എക്സാമിന് ജയിക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ അവനെ തന്നെ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യണം ഫസ്റ്റ്. രണ്ടാമത് നിങ്ങൾ മറ്റുള്ള ന്യൂ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസുകളിലോട്ട് കടക്കാവുള്ളൂ. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം ഒരിക്കലും അവര് എല്ലാ ക്വസ്റ്റ്യനോടും ന്യൂ പാറ്റേൺ ആക്കി കുട്ടികളെ അങ്ങ് വഴിയാധാരാക്കാനൊന്നും ഒരിക്കലും ശ്രമിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ഒരിക്കലും ആ രീതിയിൽ കൂടെ പാനിക് ആവരുത്. നിങ്ങൾ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുക, ഉറപ്പായിട്ടും വരുന്ന ക്വസ്റ്റ്യൻസുകളിൽ നിന്നും ജയിക്കാം എന്നുള്ളത്. ഇപ്പൊ മാത്സ് ആണെങ്കിലൊക്കെ നമ്മൾ അടിപൊളിയായിട്ടുള്ള ക്ലാസ് തരുന്നുണ്ട്, അടിപൊളിയായിരിക്കും, നിങ്ങൾ ഒരിക്കലും തോൽപ്പിക്കില്ല എന്നുള്ള ഒരു ഉറച്ച കാര്യം വെച്ചുകൊണ്ടാണ് തരുന്നത്. അതിന്റെ കൂടെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും മറ്റുള്ള സബ്ജക്റ്റും തരുന്നുണ്ട്. ജോയിൻ ചെയ്യാം. നിങ്ങൾ ഏറ്റവും ഉത്തരവാദിത്തത്തോടു കൂടി ജയിപ്പിക്കുക എന്നുള്ളത്, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇതൊരു ചെറിയ കാര്യം അല്ല. നമ്മുടെ ഈ വർഷത്തെ എക്സാം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഇതുപോലെ സേ എക്സാമിന് നമ്മൾ ക്ലാസ് കൊടുക്കുന്നതാണ്. എല്ലാ വർഷവും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ വർഷങ്ങളിലുള്ള കുട്ടികൾക്ക് ഇതൊരു വലിയൊരു സംഭവം തന്നെയാണ്. ഇപ്പോഴാണ് പല കുട്ടികൾക്ക് അതിൻ്റെ ആ വിഷമങ്ങളും അതിന്റെ തീവ്രത മീൻസ് ഇനി എങ്ങനെയാണ്, കാരണം പല കുട്ടികളും കൂടെ ഉള്ളവരൊക്കെ പാസ്സായി പോകുമ്പോൾ അവരുടെ മുന്നിൽ കൂടെ പോകാനും അവരുടെ വീടിന്റെ മുന്നിൽ കൂടെ പോകാനും അവൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കുമെന്നൊക്കെയുള്ള പേടിയും കാരണമൊക്കെ പല കുട്ടികളും വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്നത് കുറവാക്കിയിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ നിൽക്കട്ടെ. അങ്ങനെ നിന്നങ്ങോട്ട് പഠിക്കും മക്കളെ. ആ ബലം മതി, ആ കരുത്ത് മതി നമുക്ക് ഈ വർഷം നമ്മുടെ എക്സാമിനെല്ലാം നേടിയെടുക്കാൻ. 4 സബ്ജക്റ്റ് ആണെങ്കിലും 5 സബ്ജക്റ്റ് വരെ ആണെങ്കിലും നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ മീൻസ് നിങ്ങൾക്ക് ആത്മാർത്ഥതയോടെ ജയിക്കണമെന്നുണ്ടെങ്കിൽ പഠിക്കാനുള്ള സമയമുണ്ട് മക്കളെ. അതിനുള്ള മെറ്റീരിയൽ കിട്ടിയാൽ ഉറപ്പായിട്ടും ജയിക്കാം. എക്സാമിന് വരുന്നതിന് കൃത്യമായിട്ട് നിങ്ങൾ അങ്ങ് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഇച്ചിരിയുടെ മെച്യൂരിറ്റി ലെവൽ കൂടിയിട്ടുണ്ട്, ഉറപ്പായിട്ടും അതുകൊണ്ട് ജയിക്കാൻ പറ്റും. ഒന്നാണെങ്കിൽ വളരെ ഈസിയാ എന്ന് പറഞ്ഞുകൊണ്ട് ലാഘവത്തോടെ കാണില്ല, സിമ്പിളായിട്ട് കാണില്ല. 1 ആണേലും 2 ആണേലും 5 ആണേലും എത്ര ആണേലും അവരവർ വിചാരിച്ചാൽ ആ സമയം കണ്ടെത്തി പഠിക്കുക, അത്രയേ ഉള്ളൂ. നിങ്ങൾ അല്ലാതെ ക്വസ്റ്റ്യൻ ടഫാകുമോ എന്ന് പേടിച്ചുകൊണ്ട് ഒരിക്കലും പഠിക്കുന്ന രീതികളൊന്നും മാറ്റം വരുത്തണ്ട. നിങ്ങൾ ജയിക്കാൻ വേണ്ടി മാത്രം പഠിക്കുക, അതിനുവേണ്ടിയുള്ള രീതിയിൽ കൂടെ എല്ലാ കാര്യങ്ങളും തയ്യാറാക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത് ചോദിക്കാം. പിന്നെ ക്ലാസ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മാക്സിമം നമ്മുടെ ഉദ്ദേശം. അതിനുവേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവർക്കും പഠിക്കാനുള്ള മനസ്സാധ്യം ഉണ്ടാവട്ടെ മക്കളെ. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗുഡ് ബൈ.